ഇത് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ആർഭാടങ്ങളെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടും ഫേസ്ബുക്കിലൂടെ എഴുതിയ ഒരു പോസ്റ്റാണ്. ഇതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കല്യാണത്തിന്റെ പേരിൽ ആർഭാടങ്ങൾ നടത്തരുത് എന്നും അതിന് ഒരു നിലക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഒരിക്കലും തന്നെ യോജിക്കുന്നില്ല എന്നും മാത്രവുമല്ല അതിനെ എതിർക്കുന്നതിൽ മുൻപന്തിയിൽ മുസ്ലിം ലീഗും അതേപോലെ യൂത്ത് ലീഗും ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇത് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ കുടുംബത്തിൽ അവിടുത്തെ എളേപ്പയുടെ മകളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് നടക്കുന്ന ആർഭാടത്തിന്റെ ചിത്രങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമെന്നോണം അതിന് ചില ന്യായീകരണങ്ങൾ അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ ആർഭാടങ്ങൾ മുഴുവനും ഈ വീഡിയോസ് മുഴുവനും എവിടെ നടക്കുന്ന സിനിമാറ്റിക് ഡാൻസും പാട്ടടക്കമുള്ള എല്ലാം നടന്നത് ചെറുക്കൻ്റെ വീട്ടിലാണ്, പെണ്ണിൻ്റെ വീട്ടിലല്ല, അതായത് പാണക്കാട് കുടുംബത്തിലല്ല എന്നാണ്. സ്വാഭാവികമെന്നോണം അംഗീകരിക്കാവുന്ന ന്യായീകരണമാണ്. എന്നാലും മുസ്ലിമീങ്ങളാകുന്ന, പ്രത്യേകിച്ച് സുന്നികളാകുന്ന, അതിന് പുറമെ ഒരുപാട് പേര് റോൾ മോഡലായി കാണേണ്ട പാണക്കാട് കുടുംബത്തിലേക്ക് വരുന്ന ഒരു പുതിയാപ്പിള, ഒരു മരുമകൻ എങ്ങനെയുള്ളവരായിരിക്കണം, അവരുടെ കുടുംബം എങ്ങനെയായിരിക്കണം? അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ കുഫു വെക്കുക എന്ന് പറയും. അതായത് നമ്മളുടെ കുടുംബത്തിനോട്, നമ്മളുടെ തറവാടിനോട്, നമ്മളുടെ സമൂഹത്തിനോട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനോടൊക്കെ യോജിച്ച, അതെല്ലാം അംഗീകരിച്ച് മുൻപോട്ട് പോകാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരിക്കണം പുതിയ പെണ്ണിനെയാണെങ്കിലും അതേപോലെ പുതിയ ചെക്കനെയാണെങ്കിലും തിരഞ്ഞെടുക്കുന്നത് എന്ന്. നമ്മൾ നാട്ടുകാരെ നന്നാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് വീട്ടുകാരെ നന്നാക്കാന്നുള്ളതാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. കു അംഫുസക്കും അഹ്ലീക്കും നാറാന്നാണ്. നീ നിന്റെ ശരീരത്തിനെ മാത്രമല്ല നിന്റെ കുടുംബത്തിനെയും, അതായത് നിന്റെ പെൺമക്കളെ, നിന്റെ മരുമക്കളെ, നിന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക എന്നുള്ളത് നിന്റെ മേലിൽ കടമയാണ് എന്ന്. ഇതാണ് പറഞ്ഞത്. ഖാളിയാവാൻ കേവലം ഒരു സയ്യിദ് ആയി എന്നതുകൊണ്ട് കാര്യമില്ല, തറവാട് നന്നായത് കൊണ്ട് കാര്യമില്ല, ആലിമാകണമെന്ന്. ഈ തങ്ങന്മാരുടെ കുടുംബത്തിൽ ഖാളിമാരായവരോട് വന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും കല്യാണത്തിന്റെ ആർഭാടങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇവരെന്താണ് പറയാ? അല്ലെങ്കിൽ ഇവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും തന്നെ ഇല്ല. ഇനി ഏതെങ്കിലും ഇവർ ഖാളിയായി ചുമതലയേറ്റ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആർഭാടമായ നിൽക്ക് കല്യാണങ്ങൾ നടക്കുമ്പോൾ അത് നടത്തരുത് എന്ന് പറയാൻ അവിടുത്തെ ഉസ്താദുമാർക്ക് കഴിയോ? അവർ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഈ നാട്ടിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഖാളിയുടെ വീട് കണ്ടില്ലേ, അവിടെ നടക്കുന്ന കല്യാണം കണ്ടില്ലേ എന്നാണ്.